ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഫസ്റ്റ് തന്നെ നിങ്ങളെ ഞാൻ വാമായിട്ട് ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യട്ടെ. കാരണം ഡെഫിനിറ്റ് ആർട്ടിക്കിൾ പഠിക്കുമ്പോൾ കുറച്ച് നമ്മൾ കോഷ്യസ് ആയിരിക്കണം. ആർട്ടിക്കിൾസ് 3 എണ്ണമുണ്ട്: എ, ആൻ, ദ. എ, ആൻ എന്നുള്ള ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചു. ഡെഫിനിറ്റ് ആർട്ടിക്കിളായിട്ടുള്ള ദ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നു. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കണമെങ്കിൽ ലൈൻ ബൈ ലൈൻ, വേർഡ് ബൈ വേർഡ് നല്ല കോഷ്യസ് ആയിട്ട് ശ്രദ്ധിക്കണം. കാരണം ഈച്ച് സിംഗിൾ മാർക്ക് ക്യാൻ ടേൺ യുവർ ലൈഫ് ഇൻ ടു പ്രോസ്പെറിറ്റി. ഓരോ മാർക്കും നിങ്ങൾക്ക് പ്രോസ്പെറിറ്റിക്ക് വഴിയൊരുക്കാൻ ഇടയാവട്ടെ എന്ന് ആശ്വസിച്ചും കൂടിയാണ്, എന്ന് വിഷ് ചെയ്തും കൂടിയാണ് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഇനി എക്സാം ഓറിയൻറ്റഡ് അല്ലാത്തവരെ ക്ലാസ് ശ്രദ്ധിക്കണമെങ്കിൽ യു നോ വാട്ട് ഇസ് ദ പ്രോമിനൻസ് ഓഫ് ദ ഇൻ ദ ലൈഫ്, ബിക്കോസ് ഇറ്റ് ഈസ് ഡെഫിനിറ്റ് ടു ബി ലേൺഡ്, ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. വെൽക്കം ടു ദ ക്ലാസ്. ഹലോ ഡിയേഴ്സ്, ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ദ എന്നുള്ളത് ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. നമ്മൾ ഡെഫിനിറ്റായിട്ട് പഠിച്ചിരിക്കേണ്ട റൂൾസും റെഗുലേഷൻസും ആണിന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. എക്സാംസ് സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ള ആൾക്കാരും പഠിക്കണം എന്നുള്ള വാശിയുള്ള ആൾക്കാരും ക്ലാസ് സ്കിപ്പ് ചെയ്യാണ്ട് കാണും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഡെഫിനിറ്റ് ആർട്ടിക്കിളായിട്ടുള്ള ദൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പഠിക്കാം. The mangoes are ripened. The sugar is costly here. The is used with what all things. ഈ രണ്ട് സെൻറ്റൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. The mangoes are ripened. The sugar is costly here. അപ്പോൾ എന്ത് സെൻറ്റൻസിൻ്റെ കൂടെയാണ് the ആഡ് ചെയ്തിരിക്കുന്നത്? The is used with countable nouns. കൗണ്ടബിൾ നൗൺസ് വെച്ചാൽ കൗണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾക്ക് മാംഗോസ് കൗണ്ട് ചെയ്യാൻ പറ്റും, ഷുഗർ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അൺകൗണ്ടബിൾ നൗണാണ് ഷുഗർ. അതുപോലെ നമ്മുടെ ഇമോഷൻസും അൺകൗണ്ടബിൾ നൗൺസാണ്. പ്ലൂറൽ ആയിട്ടുള്ള സാധനങ്ങൾ, വസ്തുക്കളുടെയും അൺകൗണ്ടബിൾ നൗൺസിൻ്റെയും കൗണ്ടബിൾ നൗൺസിൻ്റെയും കൂടെ നമ്മൾക്ക് ദ ആഡ് ചെയ്യാൻ പറ്റും. And the is used to talk about a person or thing known to the listener. The നമ്മളെവിടെ പിന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ സംസാരിക്കുന്ന വ്യക്തിയും കേൾക്കുന്ന വ്യക്തിക്കും അറിവുള്ളൊരു കാര്യത്തെപ്പറ്റി പറയുമ്പോൾ the യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, മൈ ഡാഡ് ലവ്സ് ഗാർഡനിങ്. ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ അച്ഛന് ഗാർഡനിങ് വളരെ ഇഷ്ടമാണ്. ഹീ പ്ലാന്റഡ് എ റോസ് പ്ലാന്റ്. എൻ്റെ അച്ഛൻ എന്ത് ചെയ്തു? ഒരു റോസ് പ്ലാന്റ് പ്ലാന്റ് ചെയ്തു. ദ പ്ലാന്റ് ഈസ് ഫുൾ ഓഫ് ഫ്ലവേഴ്സ്. എൻ്റെ അച്ഛൻ പ്ലാന്റ് ചെയ്തിട്ടുള്ള ആ റോസ് പ്ലാന്റിൻ്റെ കാര്യമാണ് പറയണത്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, മൈ ഡാഡ് ലവ്സ് ഗാർഡനിങ്, ഹീ പ്ലാന്റഡ് എ റോസ് പ്ലാന്റ്. എൻ്റെ ഡാഡി ഒരു റോസ് പ്ലാന്റ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ആ പ്ലാന്റിൻ്റെ കാര്യമാണ് ദ പ്ലാന്റ് ഈസ് ഫുൾ ഓഫ് ഫ്ലവേഴ്സ്. ആ പ്ലാന്റിലാണ് ഫ്ലവേഴ്സ് നിറച്ചുള്ളത്. അപ്പോൾ ലിസണറുടെയും സ്പീക്കറിനും അറിയുന്ന കാര്യത്തെപ്പറ്റി പറയുമ്പോൾ ദ ആഡ് ചെയ്യും. ലിഫ്റ്റ് ദ ടേബിൾ. അപ്പോൾ ലിസണറിനോട് ഞാൻ ടേബിൾ ലിഫ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അവന് മനസ്സിലായിട്ടുണ്ടാവും ഏത് ടേബിളാണെന്നുള്ള കാര്യം. നെക്സ്റ്റ്, ദ ലേഡി ഇൻ ദ ബ്ലൂ സാരി ഈസ് മൈ മദർ. അവിടെ ബ്ലൂ സാരി ഉടുത്തിട്ടുള്ള ലേഡി ആണ് എൻ്റെ അമ്മ. അപ്പോൾ അമ്മയെപ്പറ്റി മുമ്പേ സംസാരിച്ചിട്ടുണ്ടാവും. ഏതാ നിൻ്റെ അമ്മ ചോദിച്ചപ്പോൾ ദ ലേഡി ഇൻ ദ ബ്ലൂ സാരി ഈസ് മൈ മദർ. ഇനി സ്പെസിഫിക് പീപ്പിളിനെയോ തിങ്ങിനെയോ പറ്റി പറയുമ്പോഴും ദ ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഡു യു ഹാവ് എ പെൻ? നിൻ്റെ കയ്യിലൊരു പെന്നുണ്ടോ? പിന്നെ ഞാൻ ചോദിക്കുന്നു, ഡു യു ഹാവ് ദ പെൻ വിച്ച് ഐ ഗേവ് യു? ഞാൻ നിനക്ക് ഇന്നലെ തന്ന പെന്ന്, നിനക്ക് ഞാൻ തന്ന പെന്ന്, അതിനെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ സ്പെസിഫിക് ആയിട്ടൊരു പീപ്പിളിനെയോ തിങ്ങിനെയോ പറ്റി പറയുമ്പോൾ നമ്മൾ ദ ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഐ സോ എ ബോയ്, ദ ബോയ് ഈസ് എ വിന്നർ. ഞാനൊരു ബോയിനെ കണ്ടു, ആ ബോയ്, ദ ബോയ് ഈസ് എ വിന്നർ.
You are working hard. You are the winner. നീ വർക്ക് ചെയ്ത് വിന്നർ ആവുന്ന ആരാ? നീയാണ് ദ വിന്നർ. യുണീക്ക് ആയിട്ടുള്ള തിങ്സ് ഈ വേൾഡിൽ നമ്മൾ ഓരോ സാധനങ്ങൾ കാണുന്ന, ദാറ്റ് ഇസ് ഒറ്റയ്ക്ക് കാണുന്ന വസ്തുക്കൾക്ക് നമ്മൾ ദ കൊടുക്കും. ദ സൺ, ദ സ്കൈ, ദ വിൻഡ്, അല്ലേ, ദ മൗണ്ടെയിൻ, ദ ഹിമാലയ. യെസ്. ഇനി എൻവയോൺമെൻറ്റിനും നേച്ചറിനും നമ്മൾ ദ റെപ്രസെൻറ്റ് ചെയ്യും. അതായത് I love the countryside. My son enjoys to swim in the pond. നേച്ചറിനും എൻവയോൺമെൻറ്റിനും നമ്മൾ ദ സ്പെസിഫൈ ചെയ്ത് യൂസ് ചെയ്യും. ഇനി ഓബ്ജക്ട്സ് ഓഫ് കോമൺ എക്സ്പീരിയൻസ്, എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വസ്തുക്കൾക്ക് നമ്മൾ ദ ആഡ് ചെയ്യും. ദ ജിം, ദ ഫോൺ. ഡിഡ് യു റീഡ് ദ ന്യൂസ് പേപ്പർ? ഞാൻ ഒരു ന്യൂസ് പേപ്പറിനെ പറ്റിയിട്ടല്ല പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും Did you read the Hindu newspaper? അല്ലെങ്കിൽ did you read the Hindu? Did you read the Times Now? Did you read the Business Line? അങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാനിവിടെ സ്പെസിഫിക് ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയണ, കോമൺ ആയിട്ടുള്ള കാര്യം പറയണ. Did you read a newspaper? It is not a specific newspaper. The newspaper. Now next, we use the to represent a time. In the morning, the day before, the summer, the 1970s, the 40s. I came in the morning. I saw you the day before. This is the summer season. I was born on the year 1970. The film is in the 1970s. My house was built in 40s. ഇനി സൂപ്പർലേറ്റീവ് ഡിഗ്രി പറ്റി പറയുമ്പോഴും നമ്മൾ ദ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, മൈ എക്സ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ. സം നെയിം, ദാറ്റ് ഈസ് യു ക്യാൻ നെയിം ദ ടീച്ചർ യു വിഷ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീച്ചർ നെയിം അവിടെ കൊടുത്തോളൂ. മൈ എക്സ് നെയിം, എക്സിൻ്റെ അവിടെ സ്പെസിഫിക് നെയിം, ദാറ്റ് ഈസ് ഇഫ് ഐ എം നെയിമിങ് മിസ്സസ് ലീല ഈസ് ദ ബെസ്റ്റ് ടീച്ചർ. ദ ബെസ്റ്റ്, ദ ബെസ്റ്റ്. ഇനി വാക്കുകളിൽ ഈ ടീച്ചറെ കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ. ദ ബെസ്റ്റ്. സൂപ്പർലേറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, പോസിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ഇനി കമ്പാരിസൺ ഇല്ല, ഇവരെന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ ടെൽ വൺ മോർ എക്സാമ്പിൾ, ഇഫ് ഐ ടേക്ക് എ റോസ്, ദ റോസ് ഈസ് ബ്യൂട്ടിഫുൾ. ദ റെഡ് റോസ് ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ദ യെല്ലോ റോസ്. ദ റെഡ് റോസ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇൻ മൈ ഗാർഡൻ. മനസ്സിലായോ? ആദ്യം ഞാനൊരു ഫ്ലവറിനെ പറ്റി പറഞ്ഞു, പിന്നെ ഞാൻ യെല്ലോ ഫ്ലവറിനെയും റോസ് ഫ്ലവറിനെയും കമ്പയർ ചെയ്തു, പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ദ ബെസ്റ്റ് ഫ്ലവറിനെ ചൂസ് ചെയ്തു. ദ ബെസ്റ്റ്. ഡാഷ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ. യു ക്യാൻ സേ പി ടി ഉഷ ഈസ് ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ. ഉസൈൻ ബോൾട്ട് ഈസ് ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ. ഫാസ്റ്റസ്റ്റ്, ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ ദ ആഡ് ചെയ്യും. പോരാണ്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ കൂടെ നമ്മൾ ദ ആഡ് ചെയ്യും. ഈസ് ദ ഗിറ്റാർ യുവർ ഫേവറേറ്റ്? The drum is costly. The violinist produces peaceful music. I learned the violin. അല്ലേ? ഇനി സയൻറ്റിഫിക് ഇൻവെൻഷൻസിൻ്റെ കൂടെ നമ്മൾ ദ ആഡ് ചെയ്യും. The bulb was invented by Thomas Alva Edison. The gramophone, the microscope. ഇൻവെൻറ്റഡ് തിങ്സ്, സയൻറ്റിഫിക് ആയിട്ട് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ള, പ്രകൃതിയിലല്ല മനുഷ്യൻ ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ള തിങ്സിൻ്റെ മുൻപിലും നമ്മൾ ദ ആഡ് ചെയ്യും. പോരാണ്ട് വേൾഡിൽ യുണീക്കായിട്ടുള്ള കാര്യത്തിൻ്റെ കൂടെ ദ ആഡ് ചെയ്യും. ദ മൂൺ, ദ എർത്ത്, ദ സ്കൈ, ദ വിൻഡ്, ദ ഹിമാലയാസ്, അല്ലേ? ബോഡി പാർട്സിൻ്റെ കൂടെ നമ്മൾ ദ ആഡ് ചെയ്യും. യു ഹിറ്റ് മീ ഓൺ ദ ഹെഡ്. ദ ഹെഡ് ഈസ് ഏക്കിംഗ്. മൈ ബോഡി പാർട്സ് പറയാനും നമ്മൾ ദ ആഡ് ചെയ്യും. യു ഹിറ്റ് മീ ഓൺ ദ ഹെഡ്. ദ എലഫൻറ്റ് ഹാസ് ദ ലോങ് ട്രംപറ്റ്. അല്ലേ? ദ. Then the giraffe has the largest neck. The. If you like the class, ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്കും എനിക്കും അറിയാം ഏത് ക്ലാസ്സിനെ പറ്റിയിട്ടാണ് പറയണമെന്നുള്ളത്. ഇഫ് യു ലൈക്ക് ദ ക്ലാസ്, പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് ക്ലിക്ക് ദ ബെൽ. എവിടുത്തെ ബെല്ല് അടിക്കണം? ഈ ഇതിൽ കാണുന്ന ബെല്ല്, ദാറ്റ് ഈസ് ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള ബെല്ലിൻ്റെ കാര്യം പറയണം, അല്ലാണ്ട് ചർച്ചിലെയോ സ്കൂളിലെയോ ബെല്ലല്ല. ഇഫ് യു ലൈക്ക് ദ ക്ലാസ്,
Please subscribe, like, share, comment and click the bell. Did you like the class? Then please do so. Thank you. God bless you.